നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് മനോഹറും മരിയയും കൂടെ കുരിശയുടെ അവിടെ നിന്ന് താലിയാർത്തുന്ന ആ ഒരു രംഗവും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി സരുവിന്. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇവൻ ഇത്രയ്ക്ക് ചതിയനായിരുന്നോ? ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്റെ മുന്നിൽ നിന്ന് അടവ് അഭ്യാസം കാണിച്ച് അണിഞ്ഞൊരുങ്ങി താൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ. അല്ലെങ്കിലും ഇവൻ ഇതല്ല, ഇതിലപ്പുറം ചതിയും. ഇവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ സമയത്ത് ഡ്രൈവർ ചോദിച്ചു, എന്താ മാഡം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നേ? എന്താ അവര് മിന്നു കിട്ടുന്ന കാണാൻ വന്നാണോന്ന് ചോദിക്കുക. ഇത് കേട്ടിഞ്ഞപ്പോ സരിയുടെ നല്ല ദേഷ്യം വന്നു. സരിയ പറഞ്ഞു, താനെന്നവിടെ മിണ്ടായിരിക്കാനൊക്കെ പറഞ്ഞ് സരിയു ദേഷ്യപ്പെടുവാണ്. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ കണക്ക് അയാളുടെ ദേഹത്തല്ലേ സരിയുവിനപ്പൊ ആ സമയത്ത് ദേഷ്യം തീർക്കാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നീട് സരിയുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി സരിയുവിന്. ഈ സമയത്ത് മനോഹർ അവളെ ചേർത്ത് പിടിക്കുകയാണ്, മരിയെ ചേർത്ത് പിടിക്കുക. ഇനി കണ്ടോ, നമ്മൾ ഒരു കാരണവശാലും പിരിയാനായിട്ട് പോകുന്നില്ല. നമ്മൾ രണ്ടും അമേരിക്കയിലേക്ക് അങ്ങോട്ട് പറക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പം മരിയ പറഞ്ഞു, അതെ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാനും കാത്തിരുന്നേന്ന് പറയണം. എത്ര നാളത്തെ ആഗ്രഹമല്ലേന്ന് ചോദിക്കുക. മനോഹർ പറഞ്ഞു, അതെ, ഞാനും കുറെ നാളായി എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുന്നത്. അവസാനം മരിയ എൻ്റെ അടുത്തേക്ക് വന്നു. അതുപോലെ തന്നെ എനിക്ക് എന്തുകൊണ്ട് യോജിച്ചൊരു പെൺകുട്ടിയാണ് മരിയ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മരിയെ ഒന്ന് പുകഴ്ത്തുവാണ്. മരിയ പറഞ്ഞു, എന്നാ ശരി, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനി എവിടെ പോയി ആഹാരം കഴിക്കുന്നേ? ആഹാരത്തിന്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മരിയ പറയാണ്. അതൊന്നും ഓർത്ത് ഇതേ മനുവേട്ടൻ ഇനി ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. ഇനിയിപ്പൊ എന്റെ ചെലവായിരിക്കും, ഇനി അമേരിക്ക ചെന്നാലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയണം. മനോഹറിന് അത് മാത്രം മതിയായിരുന്നു. അങ്ങനെ മരിയെ ചേർത്ത് പിടിച്ച് അവര് കാറിലേക്ക് കയറുവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും സരുവിന് നെഞ്ചു പൊട്ടിപ്പോയി. സരുവിന് അങ്ങോട്ട് ചെന്നിട്ട് അവനെ കുത്തിക്കൊല്ലണം തോന്നി. പക്ഷെ ഇപ്പൊ പാടില്ല, അവൻ വരും, തന്റെ കാൽച്ചൂട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വേണം അവനെ തീർക്കാനായിട്ട്. അവൻ അവളോടൊപ്പം ജീവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. അവനെ വിളിച്ചു വരുത്തും താന് തന്റെ തട്ടകത്തിലേക്ക്, എന്നിട്ട് അവനിട്ട് പണി കൊടുക്കും. അങ്ങനെയൊക്കെ സരയു മനസ്സ് വിചാരിച്ച് സരയു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സരയു വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സരുവിന്റെ മുഖഭാവവും മട്ടുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ശാരിക്ക് തോന്നി എന്തോ ഒരു പന്തിയാനുണ്ടെന്ന്. ശാരി ചോദിച്ചു, എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല. മോളിത് എവിടെ പോയതായിരുന്നു ചോദിക്കുകയാണ്. ഞാൻ പുറത്തു വരെ പോയതാ. അല്ല, എന്തോ മനോഹർ ഇന്ന് മീറ്റിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അവനിന്ന് വരത്തില്ലേന്ന് ചോദിക്കണം. അറിയില്ല, ചിലപ്പോ വരുമായിരിക്കും, ഇല്ല വരത്തില്ലായിരിക്കും എന്ന് പറയണം. മോളെ, നീ ഒരു കാര്യം വിചാരിക്കണം, അവൻ ഇനി വന്നില്ലേലും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ, മനുഷ്യന്റെ സ്വഭാവത്തിന് എപ്പോഴും ഏത് സമയത്താ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളെന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരിയു പറഞ്ഞു, എനിക്കെല്ലാരെയും മനസ്സിലാവുന്നുണ്ട്, എന്തായെന്നൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ട് ഞാൻ തന്നെ ഇരിക്കുന്നത്. പക്ഷേങ്കിൽ എന്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്താൻ ആരും വരണ്ടെന്ന് പറയാണ്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരിക്കുന്നു പറയാണ്. ഇത് കേട്ടിച്ചപ്പത്തിന് ശാരി പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ വേണ്ട, കൂടുതലൊന്നും മനുവേട്ടനെ കുറിച്ച് പറയണ്ട, ഞങ്ങൾ അമേരിക്കയ്ക്ക് പറക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി പോവാണ്. പക്ഷെ സരിയുവിന്റെ മുഖഭാവവും സംസാരവും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം ശാരിക്ക് മനസ്സിലായി. അവൾ പറയുന്നൊന്നും പക്ഷെ മുഖത്ത് പ്രകടമാണെന്ന് വേറൊന്നാണ്. നല്ല സങ്കടമുണ്ടെന്ന് മനസ്സിലായി. മുറിയിലേക്ക് ചെന്നിട്ട് കൺമണിയെ വാരിയെടുത്ത് പൊട്ടിക്കരയുമാണ് സരു ഇരുന്നിട്ട്. എനിക്ക് ചതി പറ്റിപ്പോയി മോളെ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്റെ അച്ഛനൊരു ദുഷ്ട പിശാശായിപ്പോയി. ഞാൻ അവനെ വിളിച്ചു വരുത്തി വകവരുത്തും. പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ. ഇന്ന് അവൻ ആദ്യരാത്രി ആഘോഷിക്കാണ്ട് പോവാ. അതൊരു കാരണവശാലും ആഘോഷിക്കില്ല. അവന്റെ ആദ്യരാത്രി തന്നെ അവനെ ഞാൻ തീർത്തിരിക്കുമെന്ന് പറയണം. എന്റെ കൈ കൊണ്ടായിരിക്കും അവന്റെ അന്ത്യം നടക്കാനായിട്ട് പോകുന്നത്. ഇനി അവൻ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തറക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ സരയു പറയാണ്. സരയു കുഞ്ഞിനോടാ പറയുന്നത്. സരയുവിന്റെ വിഷമം ആരുടെയും ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ. അങ്ങനെ സരയു ഇങ്ങനെ കാത്തിരിക്കുകയാണ് വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയ്ക്ക് മനോഹറിനെ വിളിക്കാൻ പോലും പോയില്ല. ഒരു പക്ഷെ ഇപ്പൊ അവനെ വിളിക്കേണ്ട, അവനങ്ങ് സന്തോഷിച്ചിരിക്കട്ടെ, അതിനുശേഷം വേണം അവനെ വിളിക്കാൻ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സമയം മനോഹർ മരിയയും കൊണ്ട് പോവാണ്. അങ്ങനെ വലിയൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു മരിയ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ പോയി കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ മുറിയിലേക്ക് പോവാം. ഈ സമയത്ത് മരിയ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും അമ്മാവന്മാരുടെ മോളൊക്കെ വരുമോയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയാം. നമ്മളിനിയിപ്പം അമേരിക്കയിൽ അങ്ങ് പോകാൻ പോവല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? പിന്നെ പേടിക്കേണ്ട കാര്യമില്ല മരിയ. ഇവിടെയാണെങ്കിൽ ചുറ്റും അസൂയക്കാരൊക്കെയാന്നേ. എൻ്റെ കുറേ മുറപ്പെണ്ണുങ്ങളുണ്ട്, അവൾമാർക്ക് എന്നെ കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നത്. നമ്മുടെ കല്യാണം നടന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവൾമാർക്ക് ചിലപ്പോൾ സഹിച്ചെന്ന് വരത്തില്ല.
ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകണമെന്ന് തന്നെ വാശി പിടിക്കണേ എന്ന് പറയാണ്. മരിയ പറഞ്ഞു, അതൊന്നും ഓർത്ത് മനുവേട്ടൻ പേടിക്കണ്ട, എന്തിനു വരുന്ന ഞാൻ കൂടെ ഇല്ലേ എന്നൊക്കെ മനോഹറിനോട് പറയാണ്. പിന്നീട് വൈകുന്നേരം ആറായി. ഈ സമയത്ത് കല്യാണി വീട്ടിലിരിക്കുന്ന സമയത്താണ് പ്രകാശൻ അങ്ങോട്ട് കയറി വരുന്നത്. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കല്യാണി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ഈ സമയത്ത് പ്രകാശൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്ന, പിന്നെ എനിക്ക് മോനെ കൂടെ ഒന്ന് കാണണമെന്ന് പറയണം. കല്യാണി എതിരൊന്നും പറഞ്ഞില്ല. കല്യാണി പറഞ്ഞ് കയറി വരാൻ പറയാണ്. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് കയറി വന്നു. പ്രകാശൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ കല്യാണി മോനെ എടുത്തുകൊണ്ട് കയ്യിലേക്ക് കൊടുത്തു. പ്രകാശന് ഭയങ്കര സന്തോഷമായി. മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ്. ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാവോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മോനെ. പിന്നെ അതുപോലെ തന്നെ കാദംബരിയുടെ മോനെ എല്ലാവരെയും ഒന്ന് എടുക്കണം, കുഞ്ചിക്കണം എന്നൊക്കെയുള്ള. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. എങ്ങനെ എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കണം എന്നറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയൊക്കെ ആയില്ലേ കാര്യങ്ങൾ. എനിക്ക് ഇപ്പൊ ആരോടും ഒരു ഇതില്ല, ദേഷ്യവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം. എനിക്കിപ്പോ ദേഷ്യമുള്ള ആരോടെന്നറിയോ, എന്നോട് തന്നെയാന്ന് പറയണം. പിന്നെ മോളെ സൂക്ഷിക്കണം, മിക്കവാറും അധികം വൈകാതെ വിക്രം പുറത്തിറങ്ങും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ദീപ എന്ന് വന്നങ്ങ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. ദീപ വന്നങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, അല്ല ഞാൻ വന്നത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നു ചോദിക്കുകയാണ്. പ്രകാശം പറഞ്ഞു, അത് ശരി തന്നെയാ, ഞാൻ നിനക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങി തന്നിട്ടില്ല, നല്ലൊരു നേരത്തെ ആഹാരം തന്നിട്ടില്ല, വെറും കഞ്ഞിവെള്ളം മാത്രമായിരുന്നു, അതും തൊഴുത്തുകൂട്ടിലിട്ട്. അതിന്റെ പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് ഞാനിപ്പോ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല, ഇനി എനിക്ക് വരാണ്ടെന്നാ തോന്നേ. അതല്ലേ നിങ്ങൾ വിളിച്ചിട്ട് പോലും ഞാൻ അടുത്തേക്ക് വരായിരുന്നേ. ഞാൻ ഇനിയും അനുഭവിക്കാണ്ട്, എവിടെയാണെങ്കിലും കിടന്ന് ഞാൻ അനുഭവിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പിന്നീട് കല്യാണ്ട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട് മോളെ, മരിക്കുന്നതിന് മുമ്പ് ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കും എന്ന് അറിയത്തില്ല. എൻ്റെ കൈ കൊണ്ട് ഒരുള്ള ചോറ് നിങ്ങൾക്ക് 3 പെൺമക്കൾക്കും വാരി തരണമെന്നുണ്ട്, ഒരുള്ള ചോറ് വാരി തരണമെന്നുണ്ട്. എൻ്റെ ആഗ്രഹം എനിക്കൊന്ന് സഫലമാക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര വിഷമായിപ്പോയി. കല്യാണിക്ക് അല്ലെങ്കിൽ ഇത്തിരി സിമ്പതി കൂടുതലല്ലേ. കല്യാണി എന്ന് ദീപയോട് കാര്യം പറയാം. പക്ഷെ ദീപ ആദ്യം എതിർത്തു. ഈ സമയം കല്യാണി പറഞ്ഞു, പശ്ചാത്താപിച്ച് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അയാളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ട അമ്മേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കല്യാണി തന്നെ എന്ത് ചെയ്യണം, ആഹാരം വിളമ്പുകയാണ്. ആഹാരം വിളമ്പിക്കൊണ്ട് പ്രകാശന് എടുത്തു വെച്ച് കൊടുക്കുകയാണ്. കഴിക്കാൻ പറയാണ്. ഈ സമയത്ത് പ്രകാശം പറഞ്ഞ് വേണ്ട മോളെ എന്ന് പറയാം. കഴിക്കാൻ പറയാണ്. കാരണം അവിടെ വെച്ചുണ്ടാക്കിയ ആഹാരമല്ലേ, അതിനകത്ത് പിന്നെ പ്രത്യേകിച്ചും ചേർക്കാനൊന്നും ആരും പോകുന്നില്ലോ. ഈ സമയം പ്രകാശം പറഞ്ഞ് അത് പിന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിക്കാൻ പറഞ്ഞ് കല്യാണം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം വാരി കഴിക്കാൻ ഒരുങ്ങുവാണ്. ഈ സമയം പ്രകാശം പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് നിറവേറ്റി തരാവോ, ഒരു ഉരുളച്ചോറ് എൻ്റെ കയ്യിൽ നിന്ന് മോളൊന്ന് വാരി വാങ്ങിച്ച് കഴിക്കുമെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണിയെ നോക്കി. പിന്നീട് ശരിയെന്ന് പറയാണ്. അങ്ങനെ പ്രകാശന് ഉരുള ഉരുട്ടി കൊടുത്തു. കല്യാണി വാ തുറന്ന് അതങ്ങോട്ട് മേടിക്കുകയാണ്. കല്യാണി ഇത് മേടിച്ച് കഴിയുമ്പോഴത്തേനും പ്രകാശിന് ഭയങ്കര സന്തോഷം. പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പ്രകാശം പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് ശരിക്കും സന്തോഷമായത്. ഞാൻ അത്ര വലിയ പാവിയായിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. എനിക്കിപ്പോ സന്തോഷമായി മോളെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയാണ്. ഈ സമയത്ത് കല്യാണിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ പ്രകാശൻ അവിടുന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് മടങ്ങുന്നത് തന്നെ. ഈ സമയത്ത് സരിയു ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മനോഹറിനെ വിളിക്കുകയാണ്. മനോഹറിനെ വിളിച്ചിട്ട് ചോദിച്ചു, മനുവേട്ടൻ്റെ എവിടെയാന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ അല്ല മനുവേട്ടൻ എവിടെയാ, വരത്തില്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ചിലപ്പോഴും ഒന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറയണം. അതെ, എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് വന്നിട്ട് പോകണം, വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താ മോള് ഇത്ര അത്യാവശ്യം? അതൊക്കെയുണ്ട്. അതെ, എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഇടയ്ക്കൊന്നും വന്നിട്ട് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, വരാതിരിക്കരുത് മനുവേട്ടൻ, ഞാൻ കാത്തിരിക്കും, അത്ര അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം മരിയേനെ ഇട്ടിട്ട് ഇന്ന് പോകാന്ന് പറഞ്ഞാൽ ഇന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമാണ്. അവളെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അവൾക്ക് സംശയം തോന്നുകയും ചെയ്യും. എന്താ ചെയ്യണ്ടേ? ഇനി അവള് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നി അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ അമേരിക്ക യാത്ര വരെ മുടങ്ങിപ്പോവും. എന്തേലും ചെയ്തേ മതിയാകുള്ളൂ. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് സരിയു കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും മനോഹറിന് ആകെപ്പാട് ടെൻഷനായി. മനോഹർ ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് ഇവിടുന്ന് ഒന്ന് ഒഴിവായി നിൽക്കണം, അങ്ങോട്ട് ചെന്നിട്ട് വന്നാലും കുഴപ്പമില്ല. ആ ഒരു തീരുമാനമൊക്കെ മനോഹർ എടുക്കുകയാണ്. ഈ സമയത്ത് സരിയു പോയി ഇരുമ്പുദണ്ടൊക്കെ എടുത്തു. കുഴപ്പമില്ല, നിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ച് തരാടാ, എനിക്കിട്ട് പണി തന്നിട്ട് നീ പോകാന്ന് കരുതിയില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയു ഇരുമ്പുദണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവനിട്ട് പണി കൊടുക്കാൻ തരത്തിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.